ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വാഴ വാഴ എന്നുള്ള പേര് നമ്മൾ നിരന്തരം കേൾക്കാറുള്ളൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ വാഴ എന്ന് പറയുന്നത്? കാര്യമായിട്ട് ഗെയിം ഒന്നും കളിക്കാതെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ പോയി വെറുതെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുകയും ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് വാഴ ഞാൻ തന്നെയാണ് എന്ന് വാക്കും ഭാഷണവും കൂടാതെ ഒരാൾ തെളിയിച്ചിരിക്കുകയാണ്. അയാളുടെ പേരാണ് ഋഷി എന്നുള്ളത്. ഈ ദുരന്തങ്ങളെ, ഭൂലോക തോൽവികളെയൊക്കെ ബിഗ് ബോസ് പോലുള്ള ഒരു ഇന്റർനാഷണൽ ഷോയ്ക്കകത്ത് എങ്ങനെ വിളിച്ച് കയറ്റി എന്നുള്ളത് എനിക്ക് പല ആവർത്തി ചിന്തിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. ക്യാപ്റ്റനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു, എന്ത് പണ്ടാരമാണ് ചെയ്യാൻ പോവുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ കൂടെ നിന്ന പലരുടെയും ഉള്ളിൽ ലഡ്ഡു പൊട്ടി. ഇവനെ വെച്ചുകൊണ്ട് നല്ല ഒന്നാന്തരം ഗെയിം കളിക്കാം എന്ന് അവർ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി ഈ കക്ഷിയെ വിളിച്ചിരുത്തിക്കൊണ്ട് നിരന്തരം ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ അവർ തീരുമാനിച്ചു പവർ ടീമിലേക്ക് ആര് വരണം എന്നുള്ളത്. ക്യാപ്റ്റനാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റന് വലിയ അധികാരങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ എന്ത് തീരുമാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മറ്റുള്ളവർ ആദ്യം തന്നെ തീരുമാനിച്ചു. ആരൊക്കെ പവർ ടീമിൽ വരണം, ആ പവർ ടീമിൽ വരേണ്ട ആൾക്കാർ എന്തുകൊണ്ട് പവർ ടീമിൽ വരണം, ഇതുവരെയും തീരുമാനിച്ചു. നോറയും അഭിഷേകും കൂടെ പറഞ്ഞ വളരെ മോശമായ ഒരു ഗെയിം സ്ട്രാറ്റജി, അതിനെ ഗെയിം സ്ട്രാറ്റജി എന്നൊന്നും അല്ല പറയേണ്ടത്, ഞാൻ പിന്നീട് പറയാം. ഇവർ പറഞ്ഞത് ഏറ്റവും മോശമായിട്ടുള്ള ദുർബലരായിട്ടുള്ള പ്ലെയേഴ്സിനെ എടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യണം, അവരെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത്, പകരം അവരെ പവർ ടീമിനകത്തേക്ക് കയറ്റി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പുറത്തു നിർത്തണം. എന്താണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം? അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഗെയിം കളിക്കുവാൻ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ പുറത്തിട്ടാൽ അവർ തമ്മിലടിച്ച് നോമിനേറ്റ് ചെയ്ത് അവർ പുറത്തു പോകും. പിന്നെ കുറച്ച് ഊച്ചാളി ദുർബലരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അവരെ നമുക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാം. അങ്ങനെ ഫൈനൽ 5ലേക്കും കപ്പിലേക്കും നമുക്ക് അനായാസം നടന്നെടുക്കാം. എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പേടിയാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരോട് ഗെയിം കളിക്കാൻ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരാരെങ്കിലും ഇതിനകത്ത് നിൽക്കട്ടെ, അവരുടെ മുമ്പിൽ നമുക്ക് കൈക്കരുത്ത് കാണിച്ച് രക്ഷപ്പെടാം. ഈ തന്ത്രങ്ങളൊക്കെയാണ് നമ്മുടെ ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഈ പൊട്ടന് ഇതിനകത്ത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഗെയിം എന്താണ്, ഇവർ കാണിക്കുന്ന മോശം സ്ട്രാറ്റജി എന്താണ്, ഇതുപോലും ചിന്തിക്കാനുള്ള വകതിരിവില്ലാത്ത വെറും ഒരു കാളിപ്പാവ. ആരെന്തു പറഞ്ഞാലും ചാടിക്കളിയടാ കുഞ്ഞിരാമ എന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കുരങ്ങിനോട് ഒരുത്തൻ പറയുമ്പോൾ അത് അയാൾ പറയുന്നത് പോലെ ചാടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഋഷി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഏത് രീതിയിലും ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട്, നട്ടല്ലില്ലാത്ത ഒരുത്തനായിട്ട് ഋഷി മാറിയിരിക്കുകയാണ്. ഈ ഭൂലോക തോൽവികൾ മുന്നമേ കൂട്ടി തയ്യാറാക്കിയ പ്ലാൻ എല്ലാം അതുപോലെ തന്നെ സ്വീകരിച്ചു. അതിനുശേഷം ഇന്ന് പവർ ടീമിനെ തെരഞ്ഞെടുക്കുകയാണ്. അയാൾ ആദ്യം തന്നെ തീരുമാനിച്ചത് റസ്മിൻ, നന്ദന, അഭിഷേക്, അൻസിബ, നോറ, സായി, ഈ 6 പേരെ പവർ ടീമിനകത്ത് കയറ്റുവാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ 6 ആൾക്കാരും പടുവാഴകളാണ്. റസ്മിന് നല്ലൊരു ഗെയിം അവിടെ ഇതുവരെയും കളിച്ച് പ്രൂവ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് റസ്മിൻ ആ വീട്ടിൽ ഇത്രയും നാളും നിലനിന്നത്? തുടക്കത്തിൽ തന്നെ അവര് പവർ റൂമിനകത്തേക്ക് കയറുന്നു. പവർ റൂമിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അവർ ക്യാപ്റ്റൻ ആകുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ഉടൻ തന്നെ വീണ്ടും പവർ റൂമിനകത്തേക്ക് കയറുന്നു. എന്ന് പറഞ്ഞാൽ നോമിനേഷനിലേക്ക് വരുവാൻ മര്യാദയ്ക്കൊരു അവസരം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് നോമിനേഷനിലേക്ക് വന്നു. ആ നോമിനേഷനിൽ ഇവർ പുറത്തു പോകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബിഗ് ബോസ് ആ ആഴ്ച നോ എവിക്ഷൻ വീക്കാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ നന്ദനയുടെയും അഭിഷേകിന്റെയും അൻസിബയുടെയും നോറയുടെയും സായിയുടെയും ഒക്കെ ജനപിന്തുണ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അതെ, തീർച്ചയായിട്ടും ഈ പടുവാഴകളിൽ ആരെങ്കിലുമൊക്കെ വരുന്ന ആഴ്ചകളിൽ പുറത്തു പോകാൻ സാധ്യത ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ അകത്ത് കയറ്റി പ്രൊട്ടക്ട് ചെയ്യുക, ബാക്കിയുള്ളവർ പുറത്തു പോകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്നാൽ ബിഗ് ബോസ് അതിനെ പൊളിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസമേ നമ്മൾ പറഞ്ഞതാണ് ഈ തീരുമാനത്തെ ബിഗ് ബോസ് പൊളിച്ചടുക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ബിഗ് ബോസ് പറഞ്ഞു 4 പേരിൽ കൂടുതൽ പവർ റൂമിനകത്ത് വരാൻ പാടില്ല എന്ന്. ഒടുവിൽ റസ്മിൻ, അൻസിബ, നോറ, അഭിഷേക് ഈ 4 ആൾക്കാരെ പവർ റൂമിലേക്ക് ഋഷിക്ക് തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അവിടെയും റസ്മിനെ വിട്ട് ഒരു കളിയില്ല. കാരണം റസ്മിൻ അത്രമാത്രം ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയാണ് ഋഷിക്ക്. സത്യം പറയാമല്ലോ, ഋഷിയോടുണ്ടായിരുന്ന ഒരല്പം മതിപ്പ് ഇതോടുകൂടി പോയി കിട്ടി എന്ന് വേണം പറയാൻ. ഇയാളെ സംബോധന ചെയ്യാൻ പറ്റിയൊരു വാക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദുരന്തമെന്നോ തോൽവിയെന്നോ വാഴയെന്നോ ഒക്കെയുള്ള വാക്ക് മാറ്റി വേറൊരു പദം ഇതിന്റെ സ്ഥാനത്ത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായി വരുന്നു. എന്തായാലും സിബിനൊക്കെ പവർ ടീമിനുണ്ടായിരുന്ന ആ ആഴ്ചയിൽ അവരുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ജിൻഡോ മാറി എന്നുള്ള ഒരാരോപണം നിറഞ്ഞു നിന്നിരുന്നു ആ വീട്ടിനകത്ത്. അതിപ്പോൾ ജിൻഡോയിൽ നിന്നും മാറാൻ പോവുകയാണ്. ഈ ആഴ്ച കളിപ്പാവയ്ക്കപ്പുറത്ത്
പവർ ടീമിന്റെ കയ്യിലെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഋഷി മാറാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകരായ നമുക്ക് കാണുവാൻ കഴിയുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നേരിട്ട് കാണുവാൻ വേണ്ടി.